നമസ്കാരം. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2025 സീസണിന് മുന്നോടിയായുള്ള മെഗാ താരലേലം ഈ മാസം 24, 25 തീയതികളിലായി നടക്കാൻ പോവുകയാണ്. ഇത്തവണ പല സൂപ്പർ താരങ്ങളും ലേലത്തിലേക്ക് എത്തുന്നതിനാൽ തന്നെ വാശിയേറിയ പോരാട്ടം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഋഷഭ് പന്ത്, KL രാഹുൽ, ശ്രേയസ് അയ്യർ, ജോസ് ബട്ട്ലർ, ട്രെന്റ് ബോൾട്ട് എന്നിവരെല്ലാം എങ്ങോട്ടാണ് എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇത്തവണ പല താരങ്ങൾക്കും സർപ്രൈസ് പ്രതിഫലം തന്നെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ടീമുകളുടെ തുകയും ഉയർത്തിയതിനാൽ ഇത്തവണ പുതിയ റെക്കോർഡുകളും പ്രതിഫലത്തിൽ പ്രതീക്ഷിക്കാം. പല സൂപ്പർ താരങ്ങളും ഇത്തവണ പുതിയ തട്ടകത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുമ്പോൾ ചില താരങ്ങൾ ഇത്തവണ പഴയ തട്ടകത്തിലേക്ക് തിരിച്ചു പോയേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് ആരൊക്കെയാണ് എന്നാണ് വിശദമായി നമ്മൾ അറിയേണ്ടത്. ഡൽഹി ക്യാപിറ്റൽസിനെ ഫൈനലിൽ എത്തിച്ച നായകനാണ് ശ്രേയസ് അയ്യർ. എന്നാൽ ഋഷഭ് പന്ത് വന്നതോടെ ശ്രേയസ് അയ്യരെ ഡൽഹി ഒഴിവാക്കുകയായിരുന്നു. അവസാന സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ചാമ്പ്യന്മാരാക്കാനും ശ്രേയസിന് സാധിച്ചു. എന്നാൽ ഇത്തവണ മെഗാ ലേലത്തിന് മുൻപ് ശ്രേയസ് ഒഴിവാക്കപ്പെട്ടു. ഇത്തവണ ലേലത്തിൽ ഡൽഹി ശ്രേയസിനെ തിരികെ എത്തിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് സൂചനകളുള്ളത്. അങ്ങനെയാണെങ്കിൽ പഴയ തട്ടകമായ ഡൽഹിയുടെ നായക സ്ഥാനത്തേക്ക് ശ്രേയസ് അയ്യർ വീണ്ടും എത്തിയേക്കും. ഇന്ത്യയുടെ സൂപ്പർ താരങ്ങളിൽ ഒരാളാണ് KL രാഹുൽ. അവസാന സീസണിൽ ലക്നൗ സൂപ്പർ ജയൻസ് നായകനായിരുന്ന രാഹുലിനെ ഇത്തവണ മെഗാലയനത്തിന് മുൻപ് ടീം ഒഴിവാക്കിയിരുന്നു. ഇതോടെ മെഗാലയനത്തിലേക്ക് താരം എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇത്തവണ വലിയ പ്രതിഫലം നേടാൻ സാധ്യതയുള്ള താരമാണ് രാഹുൽ RCBയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. നേരത്തെയും RCBക്കായി കളിച്ചിട്ടുള്ള താരമാണ് രാഹുൽ. ഇത്തവണ നായകനായി തിരിച്ചെത്താൻ രാഹുലിനെ ഇത് സഹായിക്കുന്ന ഘടകമാണ്. കർണാടകക്കാരനായ രാഹുലിന് സ്വന്തം ടീമിന്റെ നായകനായി തന്നെ കളിക്കാൻ സാധിക്കുമെന്ന് കരുതാം. മുംബൈ ഇന്ത്യൻസ് ഒഴിവാക്കിയ സൂപ്പർ പേസർമാരിൽ ഒരാളാണ് ട്രെന്റ് ബോൾട്ട്. ഇടം കൈൻ പേസറെ രാജസ്ഥാൻ റോയൽസ് ആണ് ഇത്തവണ ഒഴിവാക്കിയത്. ബോൾട്ടിനെ തിരിച്ചെത്തിക്കാൻ രാജസ്ഥാൻ ശ്രമിക്കുമെങ്കിലും ഇത് അത്ര എളുപ്പമാകില്ല. ബോൾട്ടിനെ സ്വന്തമാക്കാൻ എല്ലാ ടീമുകൾക്കും താല്പര്യമുണ്ടാകും. എന്നാൽ മുംബൈ ബോൾട്ടിനായി സജീവമായി തന്നെ രംഗത്തുണ്ടാകും. അതുകൊണ്ട് തന്നെ ട്രെന്റ് ബോൾട്ട് മുംബൈക്ക് തിരിച്ചെത്താനാണ് സാധ്യത കൂടുതൽ. ബോൾട്ട് ഇടവേളയ്ക്ക് ശേഷം മുംബൈയിലേക്ക് തിരിച്ചെത്തുമോ എന്നത് കണ്ടു തന്നെ അറിയണം. സൂപ്പർ സ്പിന്നറായ യുസ്വേന്ദ്ര ചാഹലിനെ RCB ഒഴിവാക്കിയതിന് ശേഷമാണ് അദ്ദേഹം രാജസ്ഥാനിലേക്ക് എത്തിയത്. ഇത്തവണ മെഗാലയനത്തിന് മുൻപ് ചഹാൽ ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. ചഹാലിനെ തിരികെ എത്തിക്കാൻ RCBക്ക് താല്പര്യമുണ്ട് എന്നാണ് അറിയുന്ന വിവരം. ചഹാലിനെ കൊണ്ടുവരാൻ രാജസ്ഥാനും മുംബൈ ഇന്ത്യൻസും ശ്രമിച്ചേക്കുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. സീനിയർ സ്പിന്നറായ ചഹാലിന്റെ സമീപകാല പ്രകടനങ്ങളെല്ലാം തന്നെ മികച്ചതാണ്. ഇന്ത്യൻ ടീമിനൊപ്പം അദ്ദേഹം സജീവമല്ല. എന്നാൽ ലേലത്തിൽ വലിയ മൂല്യമുള്ള താരം തന്നെയാണ് ചാഹൽ എന്ന് നിസ്സംശയം പറയാം. ജോസ് ബട്ട്ലറെ രാജസ്ഥാൻ റോയൽസ് ഒഴിവാക്കിയത് സർപ്രൈസ് നീക്കമായിരുന്നു. ഇംഗ്ലണ്ടിനെ T20 ലോകകപ്പ് കിരീടം ചൂടിച്ച നായകനാണ് ബട്ട്ലർ. ഒരു സീസണിൽ 4 സെഞ്ചുറി അടക്കം നേടി ഞെട്ടിക്കാനും ബട്ട്ലർക്ക് സാധിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ബട്ട്ലറെ രാജസ്ഥാൻ ഒഴിവാക്കിയത് എന്നാണ് എല്ലാവരുടെയും സംശയം. ബട്ട്ലറെ ടീമിൽ എത്തിക്കാൻ മുംബൈക്ക് താല്പര്യമുണ്ട് എന്നാണ് അറിയുന്നത്. മുൻ മുംബൈ ഇന്ത്യൻസ് താരമായ ബട്ട്ലർ പഴയ തട്ടകത്തിലേക്ക് മടങ്ങിയെത്തുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്.